നൂറനാട് പടനിലും സബരിയ ഉദ്ഘാടന സമ്മേളനം നടത്തി. പടനിലും കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കലാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് സബരിയ. പടനിലും പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ആർ. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി സുരേഷ് ഗംഗാധർ സ്വാഗതം പറഞ്ഞു. എസ്. അരുൺകുമാർ, സ്വാഗത സംഘം ചെയർമാൻ വിശ്വൻ പടനിലും, പ്രമോദ് വെളിയനാട് പുസ്തക പ്രകാശനം പടനിലും, ആർ. രാജേഷ് കുമാർ, മേധു വെളിയനാട്, അശോകൻ നായർ, അജയൻ നൂറനാട്, ശശിധരൻ, ജനറൽ കൺവീനർ വി. പി. സ്വരാജ്, രാധാകൃഷ്ണൻ രാധാലയം, ആശ്രീദേവി, തുടങ്ങിയവർ സംസാരിച്ചു. എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ ചടങ്ങിൽ തുടർന്ന് ആലപ്പുഴ മരുതം തിയേറ്റേഴ്സിന്റെ ഈ വർഷത്തെ സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ മാടൻ മോക്ഷം എന്ന നാടകവും നടത്തി. നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. എല്ലാവരും ആറാട്ട് കഴിയുമ്പോൾ തീർന്നു പോകും. അതിനുശേഷം നമ്മൾ ആ ചൂട് ഓർക്കുമ്പോൾ കൈപിടിച്ച അച്ഛനുണ്ടാവില്ല. അടുത്തിരിക്കുക, മനസ്സിലുള്ളൊരു കടുപ്പമല്ലെങ്കിൽ കുറഞ്ഞു പോയിടാം. അടക്കി വയ്ക്കാതെ ഒടുക്കമാവോളം അകംപൊരുൾ തമ്മിൽ പകർന്നിരുന്നിടാം. അനുഭവിക്കും ഈ നിമിഷമല്ലാതെ നമുക്ക് സ്വന്തമില്ല, അറിഞ്ഞുകൊള്ളുക. അനുഭവിക്കുന്ന ഈ നിമിഷമാണ് നമ്മുടെ സ്വന്തം. ഈ സനാതന ബോധം നമ്മളെ ഇങ്ങനെ പുണരാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവണം. സർഗപരമായി ചിന്തിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും മാർഗനിർദ്ദേശമൊന്നും കിട്ടില്ല. ഞാൻ അരുണിനോട് പറയുമായിരുന്നു, ഞാനൊരു 19 വയസ്സിൽ പാട്ടെഴുത്ത് തുടങ്ങിയതാണ്. ഇപ്പോൾ 51 വയസ്സ് കഴിഞ്ഞു. 33 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. എഴുതി തുടങ്ങുമ്പോൾ ഒരു നല്ല ബുക്ക് എൻ്റെ കയ്യിൽ വായിക്കാൻ കിട്ടിയിട്ടേ ഇല്ല. ജീവിതം അങ്ങനെയാണല്ലോ. അല്ലാതെ ബുക്ക് വായിച്ചും മക്കളെ ബുക്കൊരു പാട്ടെഴുത്തുകാരനാവും മകൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് കൊണ്ടുവരാനും ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ നല്ല ബുക്ക് വായിച്ചിട്ടില്ല. നാടകത്തിൽ പാട്ടെഴുതുമ്പോൾ നാടകത്തിലുള്ളവരാരാണെന്നറിയില്ല. ഒരു കൈയടി കൊടുക്കാവുന്നതാണ്. കുട്ടികൾ കൂടി ആ പുസ്തകം ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സബരിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു, കൃതജ്ഞത അറിയിക്കുന്നു. ഈ കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള നമ്മുടെ നാടകം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത് ജോബ് മഠത്തിലാണ്. ഈ നാടകം എഴുതിയിരിക്കുന്നത് രാജ്മോഹൻ നീലേശ്വരമാണ്. ഈ നാടകത്തിന് അതിൻ്റെ തനതായ കുട്ടനാടൻ പശ്ചാത്തലത്തിലേക്ക് സംഭാഷണങ്ങളെ മാറ്റി എഴുതിയിട്ടുള്ളത് നമ്മുടെ ഇതിൽ അഭിനേതാവ് കൂടിയിട്ടുള്ള അജയൻ സാറാണ്. മരുതം മെയ്തലായിരുന്ന കാലത്ത് അവതരിപ്പിച്ചിരുന്ന കക്കുകളി എന്ന നാടകത്തിന്റെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം നമ്മുടെ സംഘത്തിലെ അഭിനേതാക്കളെയും മറ്റു പ്രവർത്തകരെയും പരിചയപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ശ്രീ ജോബ് മഠത്തിലാണ് ഈ നാടകം സംവിധാനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇന്നിപ്പോൾ ഞങ്ങളോടൊപ്പം എത്തിയിട്ടില്ല. കഴിഞ്ഞ സംസ്ഥാന അമച്ചർ നാടക മത്സരത്തിൽ 3 അവാർഡുകൾ നേടിയ നാടകമായിരുന്നു ഇത്. മികച്ച നാടകം, മികച്ച സംവിധായകൻ, മികച്ച നാടകം. സമയക്കുറവുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കാതെ എൻ്റെ ചടങ്ങിലേക്ക് കടക്കാം. ഈ നാടകത്തിൻ്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെ പരിചയപ്പെടുത്തുകയാണ്. ഈ നാടകത്തിൻ്റെ സംഗീതം നിർവഹിച്ചിട്ടുള്ളത് നാടൻപാട്ട് കലാകാരനും ഗവേഷകനുമായ ശ്രീ രാജ്മോഹൻ എഴുകോണാണ്. നിങ്ങൾ കേട്ട പാട്ടുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ തന്നെ പാടിയതാണ്. നിങ്ങൾ ഈ കേട്ട മനോഹരമായ ഗാനങ്ങളൊക്കെ. അശ്വിൻ കേരളി ബിരുദ വിദ്യാർത്ഥിയായിരുന്നു. സുജിത്ത് കുട്ടനാട്ടുകാരനായ ചണ്ടവാദകനാണ്. ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഒരു വേഷം ചെയ്യുന്നു. സുനിത എറണാകുളം നിവാസിയാണ്, സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നത്. ദിവ്യ തമ്പുരു ആലപ്പുഴ നിവാസിയാണ്, സർക്കാർ ജീവനക്കാരിയാണ്. ഇത് ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. ഇവിടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും പരിചിതനായ ചലച്ചിത്രമാണ്. ഈ നാടകത്തിലൂടെ അമച്ചർ നാടകത്തിൽ ആദ്യമായി അഭിനയിക്കുകയാണ് അദ്ദേഹം. സിനിമകൾക്കിടയിൽ അവസരം ചോദിച്ച് ഞങ്ങൾക്ക് നിർബന്ധിച്ച് ഞങ്ങളോട് കൂടിയ ആളാണ്. ആദ്യ അവസരത്തിൽ തന്നെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയിരുന്നു. സിനിമകൾക്കിടയിലാണ് അദ്ദേഹം ഇപ്പോൾ ഞങ്ങളോടൊപ്പം കൂടിയിട്ടുള്ളത്. മാടൻ
ശ്രീ ജയചന്ദ്രൻ തകരിക്കാരൻ 1000-ലധികം വേദികളിൽ ഒറ്റയാൾ നാടകം അവതരിപ്പിച്ച്